പാകിസ്ഥാനെതിരായ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ മധ്യമേഖലയിൽ വ്യോമാഭ്യാസവുമായി വായുസേന. റഫാൽ സുഖോയ് 30 പോർ വിമാനങ്ങളെ പങ്കെടുപ്പിച്ച് ഓപ്പറേഷൻ ആക്രമൺ സംഘടിപ്പിച്ചു. ഇതിനിടെ നിയന്ത്രണ രേഖയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. റാവൽപിണ്ടിയിലെ സേനാ കേന്ദ്രത്തിന്റെ സുരക്ഷയും കൂട്ടി. കരസേനാ മേധാവിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ കശ്മീരിലെത്തും. പി ബസന്ത് ജലീൽ ഇന്ന് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്ത്യ തിരിച്ചടിക്കും, അത് എതിരാളി പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും എന്നുള്ള കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നാലെയാണ് ഈ നീക്കുപോക്കുകളൊക്കെയും നടക്കുന്നത്. വ്യോമസേനയുടെ അഭ്യാസം അവസാനിച്ചോ? നാവികസേന നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണോ? ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്താണ്? പ്രധാനമന്ത്രി കർക്കശ നിലപാട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നാവികസേനയും വ്യോമസേനയും തങ്ങളുടെ നാവിക അഭ്യാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. നാവികസേന ഇന്ന് ഒരു മിഡിൽ റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. INS സൂറത്തിലായിരുന്നു ഇതിൻ്റെ പരീക്ഷണം നടന്നത്. അതോടൊപ്പം അല്പസമയം മുമ്പ് വ്യോമസേനയും തങ്ങൾ നടത്തുന്ന ഒരു അഭ്യാസത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സെൻട്രൽ സെക്ടറിൽ, അതായത് മധ്യമേഖലയിൽ ഓപ്പറേഷൻ ആക്രമൺ എന്ന് വ്യക്തമായി പേരിട്ടിരിക്കുന്ന ഈ വ്യോമ അഭ്യാസത്തിൽ റഫാല്, സുഖോയ് തുടങ്ങിയ ഏറ്റവും ആധുനികമായ പോർ വിമാനങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇത് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നു എന്നാണ് പറയുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വിമാനങ്ങളും പോർ വിമാനങ്ങളും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ സജ്ജമാകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കരസേനയുടെ നേതൃത്വത്തിലും അഭ്യാസങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതേസമയം നാളെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കാശ്മീരിലെത്തുന്നുണ്ട്. സുരക്ഷാ സന്നാഹങ്ങൾ അദ്ദേഹം വിലയിരുത്തും. അതോടൊപ്പം തന്നെ പെഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം നടന്ന ബൈസാരൻ താഴ്വരയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. നാളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കശ്മീരിലെത്തുന്നുണ്ട്. അദ്ദേഹവും പരിക്കേറ്റവരെയും സന്ദർശിക്കും, സംഭവ സ്ഥലവും സന്ദർശിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നയതന്ത്ര തലത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത നടപടികൾ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലാണ് തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പാക് പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കുന്നു, അതായത് മെഡിക്കൽ വിസ അടക്കമുള്ളവ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. 5 ദിവസത്തിനുള്ളിൽ എല്ലാവരും രാജ്യം വിട്ടു പോകണം എന്നുള്ളൊരു നിർദ്ദേശം വിദേശ മന്ത്രാലയം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള വിസ നൽകുന്ന നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ബദൽ നടപടികൾ എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഇന്ത്യൻ പൗരന്മാരോട് 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ വിട്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും സിഖ് തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അട്ടാരിയിൽ വഴിയുള്ള അല്ലെങ്കിൽ വാഗ വഴിയുള്ള അത് വ്യാപാരം നിർത്തിക്കൊണ്ട് ആ ബോർഡർ അടയ്ക്കുന്ന അല്ലെങ്കിൽ അതിർത്തി അടയ്ക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ആകട്ടെ ഇന്നലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു. ഇതിനുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് ഇന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യ അത്തരത്തിൽ ഏകപക്ഷീയമായി സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഷിംല കരാർ അടക്കമുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും ഞങ്ങളും റദ്ദാക്കും എന്ന് മാത്രമാണ് പാകിസ്ഥാൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റ് ചില നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വ്യോമപാത അടയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ പറക്കുന്നത് നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഇത് 2019 ബലാക്കോട്ട് വ്യോമാക്രമണ സമയത്തും പാകിസ്ഥാൻ സമാനമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അന്ന് 5 മാസത്തോളം പാക് വ്യോമാതിർത്തി അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് പാക് വ്യോമാതിർത്തി അടയ്ക്കുന്ന പ്രഖ്യാപനം വന്ന പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും അമേരിക്കയിലേക്കും UK-യിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുമുള്ള വ്യോമപാതയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൂട്ടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം ഈ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിവരും. വിമാനങ്ങൾക്ക് കൂടുതൽ ഇന്ധന ചെലവും വരുന്നു. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യാത്രക്കാർക്ക് ഈ കൂടിയ നിരക്കുകൾ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റൊരു വിവാദം വന്നിട്ടുള്ളത്, ഇന്ത്യ ഇന്നലെ രാത്രി തന്നെ ഈ CCSന്റെ അല്ലെങ്കിൽ ഉപസമിതിയുടെ തീരുമാനങ്ങൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാൻ വിദേശമന്ത്രി അവരുടെ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പറഞ്ഞത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ത്യ ഇന്നലെ നൽകിയ കത്തിലില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ വാദത്തെ ഇപ്പോൾ ഇന്ത്യ തള്ളിയിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്.